ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വോക്കൽ ട്യൂണിംഗ് നടത്തുക എന്നതിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടുമെങ്കിൽ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള പാട്ടുകാരല്ല, പക്ഷേ നമ്മൾ എന്തെങ്കിലും പാട്ടിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രൊഫഷണൽസ് പാടുന്ന ആ പാട്ടിൻ്റെ അത്രയും തന്നെ കറക്റ്റ് പിച്ച് അത് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിച്ച് തെറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ട്യൂൺ ചെയ്തെടുത്ത് കറക്റ്റ് പിച്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിന് ഒന്നാമതായിട്ട് നമ്മൾ പാടിയ ഒരു പ്ലെയിൻ വോക്കൽ നമുക്കുണ്ടാകണം, ആവശ്യമായിരിക്കണം. അതിനുശേഷം നമ്മൾ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ടാണ് വോക്കൽ എഡിറ്റ് ചെയ്യുന്നത്. 5th ചാനലിലേക്ക് ഞാൻ എഡിസൺ ഇടുന്നു. എഡിസൺ ഇട്ട ശേഷം ഒരു പാട്ട് റെക്കോർഡ് ചെയ്തതാണിത്. ജീവാംശമായി താനേ നീ എന്നിൽ. ഓക്കെ, ഇങ്ങനെ പാടിയ പാട്ട് നമ്മളത് പ്ലേലിസ്റ്റിലേക്ക് വിടുകയാണ്. ഇവിടുത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്ലേലിസ്റ്റിലേക്ക് വിടുകയാണ്. പ്ലേലിസ്റ്റിലേക്ക് വിട്ട് കഴിയുമ്പോഴത്തേക്കിന് 5th ചാനലിലേക്ക് ആ പാട്ട് വരികയാണ്. അപ്പോൾ ഈ വോക്കൽ ട്യൂണിങ്ങിന് പല പല പ്ലഗിൻസ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. FL സ്റ്റുഡിയോ തന്നെ 2 പ്ലഗിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് ന്യൂട്ടോൺ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ, രണ്ടാമതായിട്ട് പിക്ചർ എന്ന് പറയുന്ന പ്ലഗിനാണ്. അപ്പോൾ ഇവിടെ പിക്ചർ എന്നുള്ള പ്ലഗിൻ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം പെട്ടെന്ന് നമുക്ക് വോക്കൽ ട്യൂണിങ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ടിൻ്റെ കോഡ് മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാക്കിയ ശേഷം മൈനറാണോ മേജറാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കറക്റ്റ് പിച്ചിലേക്ക് ഇട്ട് കൊടുത്ത് ഇവിടെ അതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അത്യാവശ്യം ഒരു ട്യൂണിങ് അതിനുണ്ടാകുന്നതാണ്. പക്ഷേ അത് പെർഫെക്റ്റ് ആകണമെന്നില്ല. അതുപോലെ തന്നെ വേറെ ഒരു പ്ലഗിനാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ന്യൂട്ടോൺ എന്ന് പറയുന്ന ഒരു പ്ലഗിനാണ്. ഞാൻ അതിലേക്ക് ന്യൂട്ടോൺ എന്ന് പറയുന്ന പ്ലഗിൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വോക്കൽ ട്രാക്ക് എടുക്കുന്നു, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂട്ടോൺ ഒന്നുകൂടെ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയ ശേഷം ഡ്രാഗ് ചെയ്യുക. ജീവാംശമായി. ഓക്കെ, നമ്മളിപ്പോൾ പാടിയ പാട്ട് ഇവിടെ ഒരു പിയാനോ റോള് പോലെ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സിലേക്ക്, പിയാനോ റോൾ കണ്ടു കഴിഞ്ഞാൽ പിയാനോ റോൾ പോലെ ഇരിക്കും. പക്ഷേ ഇത് ഒറിജിനൽ പിയാനോ റോൾ അല്ല. ഇത് നമ്മുടെ വോക്കൽസ് കറക്റ്റ് പിച്ചിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെ പിച്ച് കറക്റ്റ് മനസ്സിലാക്കുവാനും ഒക്കെ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പാട്ട് ഇപ്പോൾ ഈ ഡിയിലേക്കാണ് വന്നിരിക്കുന്നത്, ഡി ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫുള്ളായിട്ടൊരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇവിടെ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ മൗസ് ഇങ്ങനെ കൊണ്ടുവന്ന ശേഷം ആ നോട്ട്സ് എല്ലാം സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഈ നോട്ടെല്ലാം ഔട്ടിലാണ് കിടന്നത്. ഇതിപ്പം സിയുടെയും സി ഷാർപ്പിൻ്റെയും ഡിയുടെയൊക്കെ ഒരു പാതി മുക്കാലൊക്കെ ആയിട്ടാണ്. ഇപ്പം നമ്മളത് സെൻറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ പിച്ചിലേക്ക് ഈ നോട്ടിലേക്ക് വരും. ഡി എന്ന് പറയുന്ന നോട്ടിലേക്ക് അത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. പിന്നെ ഇത് വേരിയേഷനാണ്, നമ്മുടെ പാട്ടിൻ്റെ ട്യൂണിൻ്റെ വേരിയേഷനാണ് ഇത്. പിന്നെ ഇത് പിന്നെ ട്രാൻസിഷനാണ്. ഓക്കെ, ഇത് സെൻറ്ററാക്കി. ഇതിന് ശേഷം രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ഇത് വേരിയേഷനാണ്. നമ്മൾ പാട്ടിൻ്റെ വേരിയേഷൻ അത് കൂടുതലിട്ട് കഴിഞ്ഞാൽ റോബോട്ടിക് സൗണ്ട് വരും. നമ്മളൊരു 9 o'clock അല്ലെങ്കിൽ 8 o'clockൻ്റെ അത്ര ഇതിൽ കൊടുക്കുന്നു. ഒരു 29% ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ട്രാൻസിഷനാണ്, പാട്ടിൻ്റെ ട്രാൻസിഷനാണ്. ഇതിനെപ്പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഇത്ര ഇട്ടാൽ മതി, ഒരു 15% ഇടുക. ഇട്ട ശേഷം നമ്മൾ പാട്ടിലേക്ക് വരികയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പാട്ട് കേട്ട് നോക്കാം. ആ നോട്ട് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് കേട്ട് നോക്കാം. ജീവാംശമായി. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, സ്നാപ്പ് ടു സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ. ആ സ്നാപ്പ് ടു സ്കെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പാട്ടിൻ്റെ സ്കെയിലിലേക്ക് പോവും. ഈ നോട്ടുകളെല്ലാം കറക്റ്റ് നോട്ടിലേക്ക് പോവും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഈ കറക്റ്റ് സ്കെയിലല്ലാതെ എക്സെപ്ഷൻസ് ഉള്ള നോട്ടുകളുണ്ട്. അതും നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. വോക്കൽ നമ്മൾ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് സ്നാപ്പ് ടു സ്കെയിൽ കൊടുക്കുകയാണ്. സ്നാപ്പ് ടു സ്കെയിൽ കൊടുക്കുമ്പോഴത്തേക്കിനും ഈ
ഞാനിപ്പോൾ പാടിയ പാട്ട് ഏത് പിച്ചിലാണെന്നുള്ളത് FL സ്റ്റുഡിയോ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്ത് തന്നിട്ട് ആ പിച്ചിലേക്ക് തന്നെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പിച്ചിലേക്ക് തന്നെ ഇട്ടാലും അത് പെർഫെക്റ്റ് ആകണമെന്നില്ല. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ. ഓക്കെ, ഇപ്പം തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു റോബോട്ടിക്കും ഇതുമൊക്കെ ഒരു സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മളിനിയും ഓരോ നോട്ട്സും നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് സെലക്ഷൻ ബട്ടണിലായിരിക്കും ഫസ്റ്റ് കിടക്കുക. നമ്മളിവിടെ പ്ലെയിൻ സ്ഥലങ്ങളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ ബട്ടൺ അത് പോയിരിക്കും. ഇനി നമ്മൾ ഓരോ നോട്ട്സിനെ സെലക്ട് ചെയ്ത് കറക്റ്റ് നോട്ടിലേക്ക് കൊണ്ടുവരണം. ജസ്റ്റ് ഒന്ന് നോക്കാം. ജീവാംശമായി ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴുള്ള പ്രശ്നം നമ്മുടെ ആ നോട്ടിലേക്ക് മാത്രമേ പോകത്തുള്ളൂ, കറക്റ്റ് നോട്ടിലേക്ക്. നമുക്ക് ഇടയ്ക്കുള്ള നോട്ട്സും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്നാപ്പ് ടു സ്കെയിൽ ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്തിട്ട ശേഷം നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലുമൊക്കെ എല്ലാ നോട്ട്സിലേക്കും നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടോ. ജീവാംശമായി ഓക്കെ, അവിടെ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ജീവാംശമായി താനേ 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 നീ താനേ ജീവാംശമായി ഓക്കെ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. സി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ നോട്ട്സുകളൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും FL സ്റ്റുഡിയോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യും ഏത് നോട്ടാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്താണ് ഈ നോട്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും, ചില സമയങ്ങളിൽ അത് പെർഫെക്റ്റ് അല്ലായിരിക്കും. അപ്പം നമ്മൾ തന്നെ അത് എഡിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒന്നുകൂടെ അത് ചെയ്യുകയാണ്. ജീവാംശമായി താനേ ഒരു 70% അത് പെർഫെക്റ്റ് ആയിരുന്നു, കൊള്ളായിരുന്നു. ഇനി നമ്മളിവിടെ കുറച്ച് ജീവാംശമായി താനേ ജീവാംശമായി 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 താനേ നീ എന്നിൽ. ജീവാംശമായി താനേ നീ എന്നിൽ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ഓക്കെ, നമ്മളിപ്പോൾ അത്യാവശ്യം ചില പിച്ച് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തന്നെ പെട്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്തതാണ്. കുറേ പിച്ച് പോയ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ച് എന്നാലും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂറോടെ എടുക്കണം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഡ്രാഗ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് പോയിട്ട് ഒന്ന് നോക്കാം, നമുക്കൊന്ന് കേട്ട് നോക്കാം. പ്ലേലിസ്റ്റിലേക്ക് പോകാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഡ്രാഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എഡിറ്റ് ചെയ്തൊന്ന്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തുകൊണ്ടാണ് കുറച്ച് മിസ്റ്റേക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ട്രാക്കിലേക്ക് ഇടാം. ഇപ്പം ഞാനിത് ഒരു 6ാമത്തെ ട്രാക്കിലേക്ക് ഇടുന്നു. 6ാമത്തെ ട്രാക്കിലിട്ട ശേഷം കുറച്ച് എഫക്റ്റ് കൊടുത്ത ശേഷം ഒന്ന് കേട്ടു നോക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ഇനി നമ്മളിത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് റോബോട്ടിക് ആയിട്ടുള്ള ഒരു സൗണ്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് ഈക്വലൈസിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു നല്ല വീഡിയോ, വേറെ ഫുൾ വീഡിയോ ഒന്ന് ഇടുന്നതായിരിക്കും. ജസ്റ്റ് ഇതിൻ്റെ ഫ്രീക്വൻസികളിലൊക്കെ കുറച്ച് വേരിയേഷൻസ് ഒന്ന് വരുത്തുകയാണ്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ പൂവാടി തേടി
നോക്കാം. നമ്മൾ ഈ ഡിലേ ഫുള്ള് ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മിക്സ് ലെവലിൽ കുറച്ചിട്ടാൽ മതിയാവും. ജീവാംശമായി താനേ നീ എന്നിൽ. വേറൊരു ഓപ്ഷൻ എടുക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാൻ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ഫ്രീക്വൻസി കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റോബോട്ടിക് ആയിട്ടുള്ള സൗണ്ടുകളെല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വോക്കൽ ട്യൂണിങ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്ലഗിനെ പറ്റിയുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റുഡിയോ മലയാളം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ടെലഗ്രാമിൽ പോയി ആ നെയിം സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിലേക്ക് ഫ്രീ ആയിട്ടുള്ള VSTകൾ, പ്ലഗിൻസ്, അതുപോലെ തന്നെ സാമ്പിൾ ലൂപ്സ്, അങ്ങനെ സാമ്പിൾ പാക്സ് എല്ലാം ഞാനതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഏത് മ്യൂസിക്കാണ് ചെയ്യുന്നത് ആ മ്യൂസിക്കിന് വേണ്ടിയുള്ള ഓരോ പ്ലഗിൻസും VSTകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ഇതിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ്.